ഏറ്റവും തിരക്കേറിയ ജനനിബിഡമായ ഗസ സിറ്റിയിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് റിമോട്ട് കൺട്രോൾഡ് റോബോട്ടുകളെ അയച്ച് ഫലസ്തീനികളെ ഭീതിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. മനുഷ്യ ബോംബ് എന്ന് പറയുന്ന പോലെ റോബോട്ട് ബോംബുകൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതിനാൽ ജീവഭയത്താൽ ആ മനുഷ്യർ എങ്ങോട്ടെന്നില്ലാതെ ചിതറിയോടുന്ന കാഴ്ച. ഒരു ഭാഗത്ത് റോബോട്ട്, മറുഭാഗത്ത് തോക്കേന്തിയ പിശാചുക്കളായ പട്ടാളക്കാർ. നിരത്തിൽ നിറയെ കവചിത വാഹനങ്ങൾ, ആകാശം നിറയെ ബോംബർ വിമാനങ്ങൾ, അന്തരീക്ഷം നിറയെ പുകപടലങ്ങളും ഒപ്പം ഉയരുന്ന നിലവിളികൾ, ആർത്തനാദങ്ങൾ എന്നിവയും. ലോകമേ കണ്ണു തുറക്കൂ. ഇതുവരെ ഒരു രാജ്യവും ചെയ്തിട്ടില്ലാത്ത അത്രമേൽ വലിയ ക്രൂരത ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം ഭയന്ന് പലരും കടലിൽ ചാടുകയാണ്. ലോക മനസാക്ഷി മരവിപ്പിക്കുന്ന വർത്തമാനകാല ഹോളോകോസ്റ്റിന് വിധേയരാകുന്നു പാവം ഗാസയിലെ ജനത. ഗസയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും തെക്കു കിഴക്കൻ ഭാഗത്തു നിന്നും ഒരേ സമയം ഇസ്രയേൽ സൈന്യം കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ജനങ്ങളോട് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ആവശ്യപ്പെടുക, അതേസമയം ആ പ്രദേശത്തു നിന്നും മറ്റൊരിടത്തേക്കും മാറാൻ പറയുക. ഒരു ഭാഗത്തു നിന്നും ആളുകൾ മാറുമ്പോൾ ആ പ്രദേശത്തെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ അപ്പാടെ തകർക്കാൻ ഗാസക്കാരുടെ വാഹനങ്ങളിൽ മാരകമായ ബോംബുകൾ ഘടിപ്പിച്ച് പൊട്ടിത്തെറിപ്പിക്കുക, അകാരണമായ അറസ്റ്റ്, വെടിവെച്ചു കൊല്ലൽ തുടങ്ങിയവ നടത്തുക. അവർ ജീവിക്കുന്ന ഭൂമിയിൽ ഒരിടത്തും ഇനി അവർ സുരക്ഷിതരല്ലെന്ന തിരിച്ചറിവ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അഥവാ മരണത്തിൽ നിന്നും മരണത്തിലേക്കാണ് ആ ജനത യാത്ര തുടരുന്നത്. ലോകത്തെ ഒരു രാഷ്ട്രം പോലും അവരുടെ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നില്ല, ഒരൊറ്റ യമൻ ഒഴികെ. ഇസ്രയേലിന്റെ കാട്ടാളത്തിനെതിരെ തിരിച്ചടിക്കാൻ ഒരു രാജ്യവും മുതിരുന്നുമില്ല. ഉച്ചകോടി കൂടി പിരിഞ്ഞു എന്നല്ലാതെ നരകതുല്യ ജീവിതം നയിക്കുന്ന ഗസയെപ്പറ്റി പലരും ഓർക്കുന്നില്ല. തങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നെന്ന് വരുത്തി തീർക്കാൻ ഇടയ്ക്കിടെ നടത്തുന്ന ഭക്ഷണങ്ങളുടെ എയർലിഫ്റ്റിംഗിലാണ് പല രാജ്യങ്ങളുടെയും ശ്രദ്ധ. എന്നാൽ ആ ഭക്ഷണം വാങ്ങുന്നവരെ കൂടി കൊന്നു തീർക്കുന്നു ഇസ്രയേൽ. മറ്റേതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനതയായതുകൊണ്ടാവണം ഒരു രാജ്യത്തിൻ്റെയും പേരെടുത്തു പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കാൻ ആ ജനത ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല. അവർക്കറിയാം ആ രാജ്യങ്ങളുടെ പരിധിയും പരിമിതിയും. എന്നാൽ അവരൊന്നിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്, അതവരുടെ വിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അവരെ പരാജയപ്പെടുത്താൻ കഴിയാതെ പോകുന്നതും. Waytonikah.com, the exclusive Muslim matrimonial site.